ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് മസാലയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എല്ലാം ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതും ഒരു 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. ഇനി ഇതിൻ്റെ നടുവിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം മുട്ടയും ഈ പൊടികളും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് എല്ലാ ഇതും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു തവി വെച്ചിട്ട് ഇതേമാതിരി ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, എത്ര ടേസ്റ്റി ആയിട്ട് നമ്മൾ വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.